ഹലോ. അപ്പോൾ ക്ലേ ഉണ്ടാക്കുന്ന ഒരു ദുരന്ത കഥയിട്ട് ഒരു എറ്റേണിറ്റിക്ക് ശേഷം അതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലേ കിട്ടിയ അന്ന് തന്നെ എനിക്കിത് വർക്കിംഗ് ആണോ, ഇതിനെക്കൊണ്ട് ശരിയാവോ എന്നൊക്കെ അറിയാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ അന്ന് രാത്രി തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നു. ഈ ക്ലേ ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ അതിനെക്കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഫോട്ടോസൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ ഒന്ന് ഒരെണ്ണം ഞാൻ കുറേ കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തു. ആൻഡ് ഇതാണ് കമ്പാരിറ്റീവ്ലി എളുപ്പം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് വളച്ചിങ്ങനെ നിർത്താൻ കുറച്ച് പണിയായിരുന്നു. പക്ഷേ ഈ വെള്ളം കൂട്ടി സ്മൂത്ത് ചെയ്ത് ആ ക്രാക്കൊന്നും ഇല്ലാണ്ടാക്കുന്ന ആ ഒരു പാർട്ട് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. ആൻഡ് ഇത് ഒരുവിധം കുഴപ്പമില്ലാണ്ട് വന്നപ്പോൾ എനിക്ക് അടുത്തതും കൂടെ ഉണ്ടാക്കാൻ ഒരാവേശമായി. അങ്ങനെ അതും ഉണ്ടാക്കി. അതും കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ഫോട്ടോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. ആൻഡ് ഇനി കുറച്ചേരം കൂടി ഇരുന്നാൽ ചിലപ്പോൾ അച്ഛനും അമ്മയും സൂര്യനൊക്കെ എണീറ്റ് വരുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പോയി കിടന്നു. ആൻഡ് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ ഇത് കൊണ്ടുപോയി വെയിലത്ത് വെച്ച് ഞാൻ വാവയായ സമയത്തുള്ള ഒരു നെറ്റ് ഉണ്ടായിരുന്നു, അതും അതിൻ്റെ മുകളിൽ വെച്ച് 2 ദിവസം ഇത് ഉണക്കിയെടുത്തു. അതിനുശേഷം ഇത് പെയിൻറ് ചെയ്ത് ലാക്കർ പെയിൻറ് എന്ന് പറയുന്ന ഒരു സ്പ്രേ പെയിൻ്റ് ഉണ്ട്, അത് ഗ്ലോസ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് അടിച്ചു കൊടുത്തു. ആൻഡ് ഈ ഒരു ഫൈനൽ ലുക്ക് കാണുന്നത് വരെ പോരാളിക്ക് ഭയങ്കര പുച്ഛായിരുന്നു. ആൻഡ് ഇത് കണ്ടതിന് ശേഷം ഈ വീഡിയോ ഇടാൻ എന്നെ ഭയങ്കര ഫോഴ്സിങ് ആയിരുന്നു. ആൻഡ് പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോന് അത്യാവശ്യം റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് യു ഗൈസ് ഡോണ്ട് നോ ഹൗ മച്ച് ദീസ് കമൻറ്റ്സ് മീൻസ് ടു മീ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ഒരു കമൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ. ഞാൻ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് എൻ്റെ ബ്രദർ പറഞ്ഞത്, ചെറിയ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, ആൻഡ് ഇങ്ങനത്തെ ഓരോന്നിന് ഭയങ്കര എനർജി ആണല്ലോ എന്നാണ്. ആൻഡ് ഐ വാസ് ലൈക്ക്, നിങ്ങൾ തന്നെയാണ് വീണ്ടും